സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ കാണാൻ പറഞ്ഞു. ആര്? സാർ ഐ ജി ബാലഗോപാല സാറ്. ആ കണ്ടോളാം. അല്ല സാർ ഇപ്പൊ തന്നെ. സാർ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഓർമ്മ ഒഴിക്കാൻ പോവാ. അയ്യോ ഞാൻ വന്നോളാം, വന്ന് കേറിട്ടേ ഉള്ളൂ. ഓക്കെ ഐ ജി ബാലു ചെന്ന് കാണാൻ. സാർ സാർ പെട്ടി ഓ, എന്റെ മണ്ടയിലോട്ട് വെച്ചു. അയ്യോ സാർ. ഇവിടെ വെച്ചിട്ട് പോടോ. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. ആഹാ ഇതെന്തുവാടാ ബാറോ? രാവിലെ കേറി വന്ന് കമത്താൻ. അത് പിന്നെ ഇദ്ദേഹം വൈകുന്നു കണ്ടപ്പോ ഞങ്ങൾ ഒരു രസത്തിന്. ഞങ്ങളല്ല സാർ. ആ അതിങ്ങ് കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാടാ. അയ്യോ അപ്പൊ ഞാൻ നീ വേണേ വേറെ വഴി. ഓക്കെ ഓക്കെ. അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ. സാർ ഓലൊക്കെയുടെ മൂട് എങ്ങനായിരുന്നടാ? തീർത്തും തല്ലിയോ? നല്ല ഫസ്റ്റ് മേലാഫീസർ. നീ മിണ്ടരുത്, ഇതാണുങ്ങള് തമ്മില് മോരങ്ങോട്. എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസാ? അതേടാ, നീ കൽപ്പിച്ചതുപോലെ 2 ദിവസം ഉറക്കളച്ചിരുന്നു, ഫോൺ ചെയ്തു, മെയിൽ അയച്ചു. ഇത് ഗോവ ഇന്റലിജൻസ്, ഇത് ഗോവ ക്രൈം ബ്രാഞ്ച്, ടെലിഫോൺസ് ഗോവ, സെൻട്രൽ നാർക്കോട്ടിക്സ് കൺട്രോൾ, ഇത് ഫോട്ടോഗ്രാഫ്സ്, ഇത് ക്രൈം റെക്കോർഡ്സ്, എല്ലാം കണക്റ്റഡാ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊടുത്ത് അയപ്പിച്ചതാ അവര്, ബൈ ഹാൻഡ്. ആര്? മാഡം. എടാ ഞാനൊരു 2 വർഷം IB ഡെപ്യൂട്ടേഷൻ ഇരുന്നപ്പോഴത്തെ എന്റെ ചീഫ് ബാംഗ്ലൂര് മാഡം ആബിദ പർവേസ് IPS, ഇപ്പോ ഗോവ ADGP ഇന്റലിജൻസ്. എന്നാടാ ഓൺ ചെയ്. കാരുണ്യദീപം, മറ്റേ ബഹൻ ബാക്ക്ഗ്രൗണ്ട്സ്. പോട് പോട്. അയ്യോ നിനക്ക് പോണം, 12 മണിക്ക് ക്ലബിലെത്തണം, റമ്മി ടൂർണമെന്റ്, നീ ഉദ്ഘാടനം, അതല്ലേ? പോ പോ പോ. താങ്ക് യു സാർ. ഈ കാരുണ്യദീപത്തിന്റെ ഫൗണ്ടേഴ്സ് ഇവരാ, സ്വാമി ഹർഷാനന്ദ എസ്കോപ്പ്. പിന്നെയാ സ്വാമിയായത്, ആള് സമാധിയായി പോയി. ഇത് ഗോവ XMB ജോസഫ് കോർഡ. ഇയാളൊരു 6 മാസം ഗോവയെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. 6 മാസമല്ല സാർ, 5 മാസം. ശശികല നന്ദേക്കർ മിനിസ്ട്രിയിൽ ഒരു സ്കാനിൽ പെട്ട് പുറത്തുപോയി. 4 വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ചു വന്നു. ആരും ഫ്ലൈറ്റിൽ ബൈ ഹാൻഡ് കൊടുത്തയച്ച ഇൻഫർമേഷൻ അല്ല, പത്രം വായിച്ചതിന്റെ ഓർമ്മ. ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ലൂസിയാനോ. ഇയാൾക്ക് ചില ഡൽഹി കണക്ഷൻസ് ഉണ്ട് ലൂസിയാനോയ്ക്ക്. ഹോവിറ്റ്സറോ ഹെലികോപ്റ്ററോ പീരങ്കിയോ ഏതൊരു ഇടപാടിൽ ഇയാളുടെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്. സാർ ഇത് ഹെലൻ കോർഡ, ചത്തുപോയ ജോസഫ് കോർഡയുടെ മകൾ. 3 ആംഗ്ലമാരും ഉണ്ട് മോളില്. കോഡ ബ്രദേഴ്സ്, കൺട്രോളിംഗ് ഗോവാസ് മൈറ്റിയസ്റ്റ് ഡ്രഗ് കാർട്ടൽ അല്ലേ? അത് തന്നെ. ഇവരുടെ കീഴേ വരും നീ പറഞ്ഞ കാരുണ്യദീപം ബഹൻ. ഇവക്കിപ്പോ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അവിടെ ലേറ്റസ്റ്റ് പാഷൻ പ്ലസ് പാർട്ട്ണർ ദാ ഇവൻ സേതുമാധവൻ അഥവാ മോഹൻദാസ്. 2 ആഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടില്. എന്താടാ നീ അറിയോ ഇവനെ? സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ? നോ സർ, ബട്ട് താങ്ക്സ്. IPS കൺഫേർഡ് ആണെന്നേ ഉള്ളൂ. ബുദ്ധി ഡയറക്റ്റാ പഠിച്ചോ നേരിട്ട് തന്നത്. പോടാ പോടാ. കൺഗ്രാറ്റ്സ്. പുതിയ പോസ്റ്റിങ്ങിന് എങ്ങനെ കിട്ടി കസ്റ്റഡിയിലെ സോൺ ചീഫിനെ? ഓഫീസിൽ ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു. പിന്നെ തക്കം കിട്ടിയപ്പോ I just kidnapped him. എന്താടാ നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ? ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ? നരി ഐ ഡോണ്ട് നോ. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതു. അവനെ ഒരു 10 വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ, ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോന്ന്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. എത്ര പോലീസുകാർ കാണും ബാലു ഈ സ്റ്റേറ്റില്? നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ 100, 1000, 10000, ലക്ഷം, അതോ അതിനപ്പുറോ? ആ ലക്ഷത്തിലൊരുവൻ. അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ. I bloody
പിറ്റിയോ ബാലു, പിറ്റിയോ. എന്ത് തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാനന്? പറയല്ലേ വിട്ടു കോണം അതുണ്ട്. ഒരു ഐഡിയ, അതും ഇദ്ദേഹത്തെ പോലെ ആളെ അടച്ചിട്ട മുറിയിലാണേലും ഒന്ന് കൈവെക്കാനൊത്ത സന്തോഷക്കാരി ഒട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയക്കണം. ഒരു ചൂരടിക്കുന്നുണ്ട് ശത്രുവിന്റെ, കരുതണം. സത്യം. ബെറ്റർ ബി ഓൺ ഗാർഡ് സേതു. ബാലു, എന്റെ ഓർമ്മയില് 8 വയസ്സുള്ളപ്പോഴാ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയിലിൽ കയറുന്നത്. ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പൊ മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും, ശത്രുപാളയത്തിൽ എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാർഡ്. ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലിൽ മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു, എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം രക്ഷിക്കണം. അതൊരു കരാറാ. ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന്. ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേയും കൈവിടും സേതു. മനസ്സിലായില്ല എന്നല്ലേ? മനസ്സിലാവില്ല. ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ. അത് അപ്പിച്ചായിക്ക് മനസ്സിലാവും, അപ്പിച്ചായിക്ക് മാത്രം, ഒടുക്കം വരെ. അല്ലേ ഓൾഡ് മാൻ? ഹെലൻ, യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും. യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം. എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം. സേതു ഞൊട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട്. ഹലോ, യെസ് യെസ്. ബഹൻ ആ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു. നരി, നരി. Carry on. Anna, you wait for me at the meditation hall. ഓക്കെ. നരേന്ദ്ര, Nari.